നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കുറച്ച് പുതുതായിട്ട് വന്ന വേക്കൻസികളെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറെ നാൾക്ക് ശേഷമാണ് ഈ ഗൾഫ് ജോബായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആ വീഡിയോ അധികം ആളുകൾക്ക് എത്തും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇടാതിരുന്ന് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അധികം ഓടാറില്ല. പക്ഷെ ആ വീഡിയോ ഒരു 2000-3000 പേർക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വീഡിയോയിൽ ഞാൻ എൻ്റെ തന്നെ നമ്പറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് ഒരു ഏജൻസിയുടെ മാത്രം വീഡിയോസ് വേക്കൻസികളാണ്. എറണാകുളത്തുള്ള നമ്മുടെ സുഹൃത്തിന്റെ തന്നെ സ്ഥാപനത്തിൽ അവിടെ വരുന്ന വേക്കൻസികളാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആളിപ്പോ നാട്ടിലില്ല, ദുബായിൽ. അതിന്റെ പേരിലാണ് എന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ വെക്കുന്നത്. അപ്പൊ എനിക്കിവിടെ വേറെ വർക്കുള്ള എന്റെ പേരിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഞാൻ റിപ്ലൈ തരാം, അതുപോലെ തന്നെ ഡീറ്റെയിൽസ് അയച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ പേരും ഡയറക്റ്റ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വാട്സപ്പിൽ ചിലർ മെസ്സേജ് അയക്കും, ചിലർ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ വന്നില്ലെങ്കിൽ അപ്പൊ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടായപ്പോഴാണ് ഞാൻ നമ്പർ അതിൽ നിന്ന് ഒഴിവാക്കിയത്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അതിൽ എൻ്റെ നമ്പർ ലാസ്റ്റ് പിറ്റേ ദിവസം കണ്ടവർക്കും ഇട്ടന്ന് മാത്രമേ നമ്പർ ഉണ്ടായിട്ടുള്ളൂ. പിറ്റേ ദിവസത്തേക്ക് ഞാൻ നമ്പർ ഒഴിവാക്കിയതിന്. അപ്പോൾ വീണ്ടും പറയാണ്, നമ്പർ ഞാൻ വെക്കുന്നുണ്ട്, കോൾ ചെയ്യണ്ട, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടും. എന്തായാലും ഞാൻ റിപ്ലൈ അയക്കാം. എനിക്ക് ഫ്രീ ആവുമ്പോൾ എന്തായാലും റിപ്ലൈ അയക്കാം. ഇന്നിപ്പോ ഈ വോട്ടും ഇലക്ഷനും കാര്യങ്ങളായ കാരണം വീട്ടിലുണ്ട്. അപ്പൊ എന്തായാലും മെസ്സേജ് അയക്കാം. അപ്പോൾ കോൾ ചെയ്യാണ്ടിരിക്കുക ദയവ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു കേസ് പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, ഏതൊക്കെ വേക്കൻസികളുള്ളതെന്ന്. ഞാനത് ഒരു ദിവസത്തിൽ 2-3 വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ വേക്കൻസികളെ കുറിച്ച് എനിക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, വിശദീകരിച്ച് പറഞ്ഞിട്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴാണ് വീഡിയോ ഇടുന്നത്. അപ്പൊ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ചിലപ്പോൾ 10 മിനിറ്റും 15 മിനിറ്റും ഒക്കെ ആയി മാറും. അത് പറയുന്ന എനിക്കും ബോറടിക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ടാണ് ജസ്റ്റ് വീഡിയോ ചെയ്തിട്ടിട്ട് അതിന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ആ ഡീറ്റെയിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ടെന്നാൽ മതി. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും വേക്കൻസികൾ അതിൽ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്യാം. അതിന്റെ എന്താ പറയാ, ഇന്റർവ്യൂവിനുള്ള കാര്യങ്ങൾ നോക്കാം, അതിന്റെ സർവീസ് ചാർജ് നോക്കാം, സാലറി നോക്കാം, ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ വാട്സപ്പ് വഴി അറിയിക്കാനും പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പൊ വേറൊരു കാര്യം ചെയ്തിട്ടുള്ളത്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇതുപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്, ഇത് എല്ലാവരും പറഞ്ഞിട്ട്. അന്ന് കൂടുതൽ കമന്റിൽ വന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പറ്റിയ ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ഒരുപാട് പേര് മെസ്സേജ് അയക്കും. പക്ഷെ പലരും ഈ പറഞ്ഞ പോലെ തന്നെ വേക്കൻസികൾ ഉണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. എന്നിട്ട് പലരും നിന്നും പൈസ ചോദിക്കും. 50,000, 70,000, 1 ലക്ഷം ഒക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നൊക്കെ അറിഞ്ഞ്. അപ്പോൾ നമ്മളും അതിനൊരു ഭാഗമായി മാറുന്നു കണ്ടപ്പോൾ ആ ഗ്രൂപ്പ് ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽ അഡ്മിന് മാത്രം മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളറിവിൽ വരുന്ന വേക്കൻസികൾ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിലിടും. നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എന്താ പറയുക, പേഴ്സണൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ബാക്കി ഇന്റർവ്യൂ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തുതരാം. ഇപ്പൊ വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ കുവൈറ്റിലേക്ക് തന്നെയാണ്. കുവൈറ്റിലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വെൽഡേഴ്സ്, ഇലക്ട്രീഷ്യൻ, അങ്ങനെ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. ഹെവി ഡ്രൈവർ, ട്രക്ക് ഡ്രൈവർ, അങ്ങനത്തെ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. സർവീസ് ചാർജ് കുറവിൽ തന്നെ കഴിഞ്ഞ ഇതിൽ വന്നിട്ടുള്ള അതേ ലെവലിലുള്ള വേക്കൻസികളാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അത് കൂടാതെ വന്നിട്ടുള്ളത് വെൽഡേഴ്സിനും സിവിൽ എഞ്ചിനീയേഴ്സിനുമാണ്. അത് സാലറി ഉണ്ട്. സാലറി 85,000 ആ റേഞ്ചിൽ വന്നിട്ടുള്ള സാലറി വന്നിട്ടുള്ള ജോലികളാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇട്ടുതരാം. പിന്നെ എല്ലാത്തിന്റെ ഡീറ്റെയിൽസും അതല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് വീഡിയോ ചെയ്യാത്തത് ഈ പറഞ്ഞ പോലെ നാട്ടിലാണുള്ളത്. നാട്ടില് നെറ്റ് കുറച്ച് ഷോക്കാണ്. വീഡിയോ ഫുള്ള് ലെങ്ത് ആയി കഴിഞ്ഞാൽ അപ്ലോഡായി വരുമ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് ആയിന്ന് വരില്ല. അപ്പൊ പരമാവധി 2-3 മിനിറ്റിനുള്ളിൽ വീഡിയോ ഒതുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്പർ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും അത് കമന്റിലാണോ, കമന്റ് പറ്റുമെങ്കിൽ കമന്റിൽ വെക്കാം, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ താല്പര്യമുള്ള ഒരു ജോയിൻ ആവാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ലിങ്ക് അയച്ചു തരാം. എന്നിട്ട് നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഓക്കെ ആണെങ്കിൽ മാത്രം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി. സാലറി കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ടാവും. സാലറി ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി കേട്ടോ. അപ്പൊ ജോലിനെ കുറിച്ച് പറയാനുള്ളത് ഇത്ര കാര്യങ്ങളാണ്. ഇനിയിപ്പോ വരുന്ന കാര്യങ്ങൾ എന്തായാലും ഗ്രൂപ്പിലിട്ടുണ്ടാവും. കാരണം ഇത് ഡെയിലി നമുക്ക് പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് അപ്പൊ വീഡിയോ ഇടാൻ പറ്റണില്ല. ഇതിപ്പോ 2 ദിവസം മുമ്പ് വന്നതൊക്കെ ആയിരിക്കും ഇപ്പൊ ഇന്നോ നാളൊക്കെ ആയിട്ട് വീഡിയോ ഇടുന്നത്. അപ്പൊ ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ അപ്പൊ ഇട്ടാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ വെച്ച് കഴിഞ്ഞാല് ചെറിയ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ഒമാനിക്ക് ഒരു ഡ്രൈവർ വേണം, അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ഇടണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാല് എന്താ പറയാ, ബുദ്ധിമുട്ടായതിന്റെ പേരിലാണ്. ഇതാവുമ്പോ ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ മതി. അതിന്റെ പേരിലാണ് ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും വേക്കൻസി വരാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ചെയ്തിട്ട് ടൈം കിട്ടുമ്പോൾ അറിയിക്കാം. പിന്നെ കുവൈറ്റിലത്തെ കുറെ സംശയങ്ങൾ ചോദിച്ചിട്ട്, അതായത് ജോലിയുടെ കാര്യം കഴിഞ്ഞു, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് തരാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിൽ പറഞ്ഞ പോലെ തന്നെ ഞാനത് മനഃപൂർവ്വം നമ്പർ ഡിലീറ്റ് ചെയ്തതാണ്. ഡിലീറ്റ് ചെയ്യാണ്ടായ കാരണം ഇത് തന്നെയാണ് ഏട്ടാ, സോറി.
കാരണം നമ്പർ വെക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വീഡിയോ കണ്ടുവരിക അപ്പൊ നമ്പർ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അത് എന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആണ്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നുകൊണ്ട്, അതായത് ഒരുപാട് കോൾ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്ത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇപ്പൊ കുവൈറ്റിലല്ല, കുവൈറ്റിൽ നിന്ന് പോന്നിട്ട് കുറച്ചായി, തിരിച്ചു പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ കുവൈറ്റിലത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. അതായത് ചിലവര് വിസയെ കുറിച്ച് അതല്ലെങ്കിൽ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊന്നും എനിക്കിപ്പോ വലിയ അറിയില്ല. ഒക്കെ നിയമം കുവൈറ്റിൽ വെച്ചാൽ ഓരോ ദിവസവും ഇങ്ങനെ നിയമം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നമുക്ക് അവിടെ ഉള്ള സമയത്ത് നമുക്ക് ആരോടെയൊക്കെ ചോദിച്ചിട്ടാലും അറിയായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ നമുക്കറിയില്ല, കാരണം മെഡിക്കൽ ലേറ്റ് ആവുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പൊ അതിനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ കുവൈറ്റിലല്ല ഉള്ളത്. ചാനലിന്റെ പേര് പിന്നെ അതേപോലെ തന്നെ അന്നിട്ടത് അവിടെ എടുക്കണ്ടെന്നുള്ളൂ. കുവൈറ്റിലല്ല ഉള്ളത്, നാട്ടിലാണ്. അപ്പൊ അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. പിന്നെ ഞാൻ അവിടെ ചെയ്യുന്ന വെച്ചാൽ ഞാനിപ്പോ ചെറിയൊരു ഷോപ്പ് ഉണ്ട്, പിന്നെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്യാറുണ്ട്. അപ്പൊ ആ വീഡിയോ ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ വരും. ഷോപ്പിന്റെ അതുപോലെ തന്നെ ഹോൾസെയിൽ മാർക്കറ്റുകൾ, അതൊക്കെ വീഡിയോ എന്തായാലും വരും ദിവസങ്ങളിൽ ഡെയിലി ഇല്ലെങ്കിലും സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.